ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു തീയൽ കറി ഉണ്ടാക്കണമെന്ന്. പ്രോൺസ് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ 2, 3, 4 മുട്ടയങ്ങ് എടുത്തു തീയൽ കറി ഉണ്ടാക്കാനായിട്ട്. കൊതി മൂത്തിട്ടാണ് കേട്ടോ. എങ്ങനെയാണ് എൻ്റെ സ്പെഷ്യൽ തീയൽ കറി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു നോക്കിയേ. ഞാനൊരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് ഗ്രൈൻഡ് ചെയ്ത് തേങ്ങ ഉണ്ടല്ലോ, ഇത് നന്നായിട്ട് മൂക്കുന്നത് വരെ ഒരു ചെറിയ ബ്രൗൺ കളറാവുമ്പോൾ നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു 5-6 കൊച്ചുള്ളിയും ഒരു 2-3 വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് ചേർത്ത് അതിനെ നന്നായിട്ട് ഇതേപോലെ ബ്രൗണിഷ് കളറാക്കി എടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടിയും കൂടെ ആവാം കേട്ടോ. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഈ പാനിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. അത് മൂത്തൊരു പരുവാകുമ്പോൾ ആ നല്ല ഡാർക്ക് കളറാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂട് മാറുമ്പോൾ ഒന്ന് നമ്മുടെ മിക്സിയിലോട്ടിട്ട് കുറച്ച് പുളിയും വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കുക. എന്താ മണമെന്നറിയോ? ആ ഒരു മണമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മൂക്കിലോട്ട് അടിക്കുമ്പോൾ ഒരു രക്ഷയും കാണില്ല. നമുക്ക് പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ചറപറ കുറേ ഇങ്ങനെ കടുവൊക്കെ വറുത്ത് ആ കടുവിലോട്ട് കുറച്ച് വെള്ളരിക്കയും മുരിങ്ങയ്ക്കയും, ഇതാണ് തീയൽ കറിയുടെ മെയിൻ ഐറ്റം. നമ്മുടെ ഹൈലൈറ്റ് സാധനം അതാണ്. അതിലോട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ആ എണ്ണയിലിട്ട് മൂപ്പിക്കുക. അത് കഴിഞ്ഞ് ഒന്ന് നിറം കിട്ടാനാട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതിലോട്ട് ആ നമ്മൾ അടിച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ ആ എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ അരച്ച മിക്സിയുടെ ജാറില്ലേ അതിലോട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുലുക്കി ഒന്ന് കറക്കി ഒഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് ഒരു കറക്കി കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് പണ്ടുള്ളവരും ഇപ്പോഴത്തവരും പറയുന്നത്. അപ്പോൾ ആ മിക്സി നിങ്ങൾ കഴുകി ഒഴിച്ചോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയം മതി. കറക്റ്റിന് പാകത്തിന് ഉപ്പിട്ട് നന്നായിട്ടതിനെ ബോയിൽ ചെയ്തെടുക്കുക. ഒന്ന് ബോയിലായി വരുമ്പോൾ അതിലോട്ട് നല്ല ഇങ്ങനെ അവിച്ച മുട്ടയുണ്ടല്ലോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുട്ട എടുക്കാം. താറാമുട്ടയോ കോഴിമുട്ടയോ ഏത് മുട്ടയോ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുത്ത് അതിനെ കട്ട് ചെയ്തോ അല്ലാതെ മുഴുവനെയോ ഇതുപോലെ ഇട്ട് നന്നായിട്ട് ബോയിൽ ചെയ്ത് ഉപ്പ് പാകത്തിനിട്ട് ഇതൊന്ന് സെറ്റായി എടുക്കുക. ഒന്ന് വറ്റിച്ചെടുക്കുക. വേവാൻ വേണ്ടി ഒന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ സ്വാദിഷ്ടമായ മുട്ടത്തീയലാണ് ഇത്. മുട്ടയ്ക്ക് പോലെ കൊഞ്ചായിരുന്നെങ്കിൽ ഇതിൻ്റെ അപ്പുറം സ്വാദ് കിട്ടിയായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ എന്ത് പറയാൻ, കൊഞ്ചില്ലാതായിപ്പോയി. അപ്പോൾ നമുക്ക് മുട്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ മുട്ടത്തീയലും നല്ല നെത്തോലി ഫ്രൈയും വെണ്ടയ്ക്ക് വിഴുക്കും പപ്പടവും ചൂട് പൊന്നിയരിച്ചോറും കൂടെ ഞാൻ കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. ടാറ്റാ.